ജീവയ്ക്ക് പിന്നാലെ പോസ്റ്റ് പങ്കുവച്ച് അപർണയും എത്തി. ഇന്ന് ഇവരുടെ വിവാഹ വാർഷികമായതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം ഇവരത് പറയാനായി തിരഞ്ഞെടുത്തത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രേക്ഷകരെല്ലാവരും തന്നെ അതിൻ്റെ കൂടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കുന്നൊരു വാർത്തയായി ഇത് മാറുന്നു. വളരെ സങ്കടത്തോടെയാണെങ്കിലും പ്രേക്ഷകർ ആ സത്യം മനസ്സിലാക്കുകയാണ്. എല്ലാവരും വളരെയധികം തന്നെ ഏറ്റവും കൂടുതൽ കാണുകയും പ്രേക്ഷകർ പ്രീതിയോടെ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴിതാ അപർണ പറയുന്നത് അപർണ തന്നെയാണ് ഈ വിവാഹബന്ധം വേണ്ട എന്ന് വെച്ചത് എന്നാണ്. രണ്ടുപേരെയും സംബന്ധിച്ചും ഈ ഒരു ജീവിതം അല്ലെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ബുദ്ധിമുട്ടായിരുന്നു. ഇത് അവസാനിപ്പിക്കാനും ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ എന്നെ സംബന്ധിച്ച് ഇതെനിക്ക് തീർത്തേ മതിയാകുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് അവസാനിപ്പിച്ചത് എന്ന് അപർണ പറയുന്നു. പക്ഷേ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഭൂരിഭാഗം ആൾക്കാരും പറയുന്നത് വളരെ നന്നായി, എല്ലാവരോടും വളരെ സ്നേഹം പോലെ സംസാരിച്ച് ജീവ അവസാനിപ്പിച്ചു. എന്നാൽ അപർണ എന്താണ് ചെയ്തത്? ജീവയെ ശരിക്കും ഇട്ടുകൊടുക്കുകയല്ലേ ചെയ്തത്? പ്രേക്ഷകരെ വളരെയധികം ചിന്തിക്കുന്ന ഒരു കാര്യമായി ഇത് മാറുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഈ വാർത്തയെക്കുറിച്ച് ചോദിക്കുന്നതും നമുക്ക് മനസ്സിലാകുന്നു. പ്രേക്ഷകർ അത് ഏറ്റെടുക്കുന്നു എന്ന് മനസ്സിലാകുന്നത് പോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകളോടൊപ്പം ഇത് മനസ്സിലാക്കി തരുന്നത്. ആരാധകരുടെ സ്നേഹം വളരെയധികം ലഭിക്കുന്നൊരു വാർത്തയായും ഇത് മാറുന്നുണ്ട്. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിൽ പങ്കുവയ്ക്കുന്ന പോലെ തന്നെയായി ഇത് മാറുന്നുമുണ്ട്. അപർണയുടെ പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം വായിക്കുമ്പോൾ ഏകദേശം ഇവർ തമ്മിൽ എന്താണ് കാര്യമെന്നും എന്തായിരുന്നു ഇവർക്കിടയിൽ സംഭവിച്ചതെന്നും കുറച്ചുകൂടി വ്യക്തമാകുന്നു എന്ന് തന്നെ നമുക്ക് കൂട്ടിച്ചേർക്കാം. അപർണയുടെ പോസ്റ്റിൽ നമുക്ക് ജീവയെ കുറ്റപ്പെടുത്തിയുള്ളൊരു പോസ്റ്റായി തന്നെ തോന്നുകയും ചെയ്യുന്നു. എന്നിൽ നിന്ന് നേരിട്ട് എന്തെങ്കിലും കേൾക്കാൻ നിങ്ങളിൽ പലരും കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നു. അതെ, ഞങ്ങളുടെ വിവാഹ ജീവിതം അവസാനിച്ചിരിക്കുന്നു. അത് വിജയിച്ചില്ല. സത്യത്തിൽ അത് തുടരാനും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇത് എളുപ്പമുള്ളൊരു തീരുമാനമായിരുന്നില്ല. ഇരുവരുടെയും കാര്യത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കാം. എന്നാൽ എനിക്ക് വേണ്ടി എടുത്ത ഒരു തീരുമാനമായിരുന്നു അത്. ഇന്ന് ഞാൻ മനസ്സമാധാനത്തിലാണ്. ആത്മാർത്ഥമായി പറയാൻ കഴിയും. ഏറെ സന്തോഷവതിയാണ്. എനിക്ക് സുരക്ഷിതത്വം തോന്നുന്നു. ഏറെ നാളുകൾക്ക് ശേഷമുള്ളൊരു വലിയ ആശ്വാസവും ലാഘവവും ഞാൻ അനുഭവിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്നോ ഓരോ വിശദാംശവും എന്താണെന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ചില കാര്യങ്ങൾ വളരെ വ്യക്തിപരമാണ്. എനിക്ക് മുന്നോട്ട് പോകണം. സമാധാനത്തോടെ എൻ്റെ ജീവിതം നയിക്കണം. ദയവായി ഞങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെ സ്വകാര്യതയെ മാനിക്കുക. അതിനുള്ള ഇടം നൽകുകയും ചെയ്യുക. ഞാൻ ആവശ്യപ്പെടുന്നത് അത്രമാത്രമാണ്. നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടെ എൻ്റെ ജീവിതത്തിലൊരു അധ്യായം അവസാനിക്കുന്നു. ഇതാണ് ഇപ്പോൾ അപർണ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്ന കുറിപ്പ്. ഈ പോസ്റ്റിൻ്റെ ഭാവം നോക്കുമ്പോൾ തന്നെ ആദ്യ പോസ്റ്റിനേക്കാൾ കൂടുതൽ വ്യക്തിപരം, അത് ശക്തവുമായ പ്രതികരണമായി തോന്നുന്നു. ജീവയുടെ പോസ്റ്റിനേക്കാളും കുറച്ചുകൂടി ഊന്നി പറയുന്ന വാക്കുകളാണ് അപർണയുടെ പോസ്റ്റുകളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഐ ഡിഡൻറ്റ് വാണ്ട് ടു കണ്ടിന്യൂ. ഐ ഫീൽ സേഫ്. ഐ നീഡഡ് ടു മേക്ക് മൈസെൽഫ് എന്നീ വാചകങ്ങൾ വേർപിരിയാനുള്ള തീരുമാനം പ്രധാനമായും അപർണയുടെ ഭാഗത്തു നിന്നാണെന്ന് മനസ്സിലാക്കുകയും ഇപ്പോൾ ആ ഒരു തീരുമാനത്താൽ താൻ ആശ്വാസത്തിലാണെന്ന് മനസ്സിലാക്കിപ്പിച്ചു തരികയും ചെയ്യുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.